എല്ലാവർക്കും വിയറ്റ്നാം സീരീസിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ പ്രാവശ്യം ഹൊയാൻ ആൻഷ്യൻ ടൗണിലെ ചൈനീസ് അസംബ്ലി ഹാളുകളാണ് കണ്ടതെങ്കിൽ ഇന്ന് നമ്മൾ പോകുന്നത് മ്യൂസിയം ഓഫ് ഫോക്ക് കൾച്ചറിലേക്കും പുരാതനമായ ട്രഡീഷണൽ ഹൗസുകൾ, ജാപ്പനീസ് ബ്രിഡ്ജ്, കമ്മ്യൂണൽ ഹൗസുകൾ എന്നിവിടങ്ങളിലേക്കാണ്. ലാൻഡേണുകൾ കൊണ്ട് അലങ്കരിച്ച ഈ ബോട്ടുകളൊക്കെ സഞ്ചാരികളെ കാത്തുകിടപ്പാണ്. ആദ്യം തന്നെ മ്യൂസിയം ഓഫ് ഫോക്ക് കൾച്ചറിലേക്ക് പോവാം. സിൽക്ക് നിർമ്മാണം, മത്സ്യബന്ധനം, കൃഷി തുടങ്ങിയ പരമ്പരാഗത വിയറ്റ്നാമീസ് ജീവിത രീതികളെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന സൗജന്യ എക്സിബിഷനുള്ള മ്യൂസിയമാണ് മ്യൂസിയം ഓഫ് ഫോക്ക് കൾച്ചർ. ഹൊയാനിന്റെ പ്രതാപകാലത്ത് ഉപയോഗിച്ചിരുന്ന മുളയിലുണ്ടാക്കിയ വഞ്ചി, മൺപാത്ര നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സ്ത്രീകൾ, മുകളിലത്തെ നിലയിലാണ് പ്രധാന എക്സിബിഷൻസ് എല്ലാം. അക്കാലത്തെ പാത്രങ്ങൾ, വസ്ത്രങ്ങൾ എന്നിവയെല്ലാം ഇവിടെ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട്. മ്യൂസിയത്തിന്റെ രണ്ടാമത്തെ നിലയിൽ നിന്ന് തൂബോൺ നദീതീരത്തെ കാഴ്ചകൾ കാണാം. മീൻപിടുത്ത ഉപകരണങ്ങൾക്ക് നമ്മുടെ നാട്ടിൽ ഇതിനോട് നല്ല സാമ്യമുണ്ട്. ഈ ഫിഷിംഗ് മെത്തേഡൊക്കെ നാട്ടിൽ ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ടല്ലോ. പഴയ കാലത്തെ കലപ്പ, അതുപോലെ നെല്ലുമെതി യന്ത്രം, പാടത്തെ വെള്ളം കോരിക്കളയാനുള്ള ഉപകരണം, ഇതൊക്കെ നാട്ടിൽ പണ്ട് കാലത്ത് സർവ്വസാധാരണമായി കണ്ടുവന്നിരുന്ന വീട്ടുപകരണങ്ങളാണല്ലോ. നാട്ടിലും ഇങ്ങനെയുള്ള മ്യൂസിയം ഒക്കെ ഉണ്ടാക്കി പഴയകാല ഉപകരണങ്ങൾ സൂക്ഷിച്ചാൽ ഇനി വരുന്ന തലമുറയ്ക്ക് അതൊക്കെ കണ്ടു മനസ്സിലാക്കാനെങ്കിലും സഹായിക്കും. പഴയൊരു ട്രഡീഷണൽ ഹൗസ് ആയിരുന്ന ഈ മ്യൂസിയത്തിനും നാലുകെട്ടുമായി നല്ല സാമ്യമുണ്ട്. മ്യൂസിയത്തിൽ നിന്നിറങ്ങി തൂബോൺ നദിക്കരയിലൂടെ താൻ കി മർച്ചന്റ് ഹൗസിലേക്ക്. ആ കാണുന്ന ആൾക്കൂട്ടം തൻകി ഹൗസിനകത്ത് കയറാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവരാണ്. ഒരുപാട് സഞ്ചാരികൾ വരുന്ന മനോഹരമായ ഈ വീട് ഹൊയാനിൽ നന്നായി സംരക്ഷിക്കപ്പെടുന്ന ട്രഡീഷണൽ ഹൗസുകൾക്ക് ഉദാഹരണമാണ്. വീടിനകത്ത് നല്ല തിരക്കാണ്. തൂബോൺ നദിക്കരയിൽ 18ാം നൂറ്റാണ്ടിൽ പണിത വ്യാപാര സ്ഥാപനത്തോടു കൂടിയ ഒരു പഴയ വീടാണ് തൻകി ഹൗസ്. താഴത്തെ നിലയിൽ കരകൗശല വസ്തുക്കളും ചരക്ക് കപ്പലുകളുടെ മോഡലുകളും പ്രദർശിപ്പിച്ചിരിക്കുന്നു. ഇവിടെയുള്ള കരകൗശല വസ്തുക്കളിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒന്നാണ് കൺഫ്യൂഷ്യസ് ബൗൾ. ഇത് കൺഫ്യൂഷ്യസിന്റെ കയ്യിലുണ്ടായിരുന്ന പുരാതനമായൊരു ബൗളാണെന്ന് കരുതപ്പെടുന്നു. മനുഷ്യരെ അതിരുകടന്ന പ്രവർത്തനങ്ങളിൽ നിന്നും പെരുമാറ്റങ്ങളിൽ നിന്നും വിട്ടുനിൽക്കാനും നിഷ്പക്ഷ നിലയിലായിരിക്കാനുമാണ് ഈ സെറാമിക് ബൗൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജാപ്പനീസ്, ചൈനീസ്, വിയറ്റ്നാമീസ് വാസ്തുവിദ്യകൾ സമന്വയിപ്പിച്ചാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. നടുമുറ്റത്താണ് വീട്ടിലെ കിണർ. പ്രധാനമായും കാർഷിക വിളകളാണ് തൻകി മർച്ചന്റ് ഹൗസിൽ നിന്നും കയറ്റി അയച്ചിരുന്നത്. മേൽക്കൂരയുടെ പുറംഭാഗം ടൈലുകൾ കൊണ്ടും അകത്തെ സീലിംഗ് മരം കൊണ്ടുമാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ രൂപകൽപ്പന കാരണം വീടിനകത്ത് വേനൽക്കാലത്ത് തണുപ്പും ശൈത്യകാലത്ത് ചൂടും നിലനിർത്തുന്നു. ഈ വീടിന് ജനലുകളൊന്നുമില്ലെങ്കിലും മുൻപിലും പിറകിലും വാതിലുകളും നടുമുറ്റവും ഉള്ളത് കാരണം വെന്റിലേഷൻ പ്രശ്നങ്ങളൊന്നുമില്ല. ഇവിടെ നിന്ന് നേരെ ജാപ്പനീസ് ബ്രിഡ്ജിലേക്ക്.
വഴിയിലെല്ലാം ഇതുപോലെ ആർട്ട് ഗാലറികളായും കടകളായും മാറിയ നിരവധി പഴയ കെട്ടിടങ്ങൾ കാണാം. തൂബോൺ നദിയുടെ മറുവശത്തേക്ക് പോകാനായുള്ള നടപ്പാലമാണിത്. ജാപ്പനീസ് പാലത്തിന്റെ കൃത്യമായ പ്രായം ആർക്കും അറിയില്ല. പക്ഷെ ഇത് 17-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ എദോ ഷോഗുണേറ്റിന്റെ ആദ്യ വർഷങ്ങളിൽ നിർമ്മിച്ചതാകുമെന്ന് കരുതപ്പെടുന്നു. പഗോഡ ബ്രിഡ്ജ് എന്നും അറിയപ്പെടുന്ന ഈ പാലം നിർമ്മിച്ചത് ഹൊയ്യാനിൽ അക്കാലത്ത് സജീവമായിരുന്ന ജാപ്പനീസ് വ്യാപാരികളുടെ ഒരു വലിയ കൂട്ടായ്മയുടെ ഭാഗമായിരുന്ന ജാപ്പനീസ് കരകൗശല വിദഗ്ധരാണ്. ഈ കാണുന്ന പാലമാണ് ജാപ്പനീസ് ബ്രിഡ്ജ്. 1600കളുടെ തുടക്കത്തിൽ പ്രാദേശിക ന്യൂയൻ പ്രഭുക്കളുമായുള്ള ഉടമ്പടിയെ തുടർന്ന് ധാരാളം ജാപ്പനീസ് ഹൊയ്യാനിൽ താമസമാക്കി. അക്കാലത്ത് അവികസിതമായിരുന്ന ഹൊയ്യാനെ ഒരു മികച്ച വ്യാപാര കേന്ദ്രമാക്കി മാറ്റാൻ ജാപ്പനീസ് വിഭാവനം ചെയ്തു. വ്യാപാരികൾക്ക് പാർപ്പിടങ്ങളോടൊപ്പം തെരുവുകളും പഗോഡകളും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും നിർമ്മിക്കാൻ ന്യൂയൻ പ്രഭുക്കന്മാർ ജാപ്പനീസിനെ അനുവദിച്ചു. ആ കാലഘട്ടത്തിൽ നിന്ന് ഇപ്പോഴും നിലനിൽക്കുന്ന വാസ്തുവിദ്യാ നിധികളിൽ ഒന്നായ ഈ പാലം ഒരു ക്ഷേത്രം കൂടിയാണ്. നിരവധി ദേവതകളുടെ ആരാധനാലയങ്ങൾ ഇതിനകത്തുണ്ട്. പാലത്തിന് മുകളിൽ ഇങ്ങനെ ഒരു ക്ഷേത്രം നിർമ്മിച്ചതിനൊരു കാരണമുണ്ട്. ലോകമെമ്പാടുമായി വ്യാപിച്ചു കിടക്കുന്ന മാമാസു ഡ്രാഗൺ രാക്ഷസനെ കീഴ്പ്പെടുത്തുന്നതിനായാണ് ഇത് നിർമ്മിച്ചത്. അതിന്റെ തല ഇന്ത്യയിലും വാൽ ജപ്പാനിലുമാണെന്നും വാലിന്റെ ചലനം ജപ്പാനിൽ ഭൂകമ്പത്തിന് കാരണമാകുമെന്നാണ് വിശ്വാസം. വിയറ്റ്നാം മാമാസുവിന്റെ പുറകുവശത്ത് സ്ഥിതി ചെയ്യുന്നതിനാൽ ഭൂകമ്പങ്ങൾ ഉണ്ടാകാതിരിക്കാൻ മാമാസുവിനെ താഴേക്ക് വലിക്കാൻ ഉദ്ദേശിച്ചുള്ളതായിരുന്നു ഈ പാലം. ഇവിടെയും നല്ല തിരക്കാണ്. ജാപ്പനീസ് പാലത്തിലെ തിരക്കിൽ നിന്ന് എങ്ങനെയൊക്കെയോ പുറത്തിറങ്ങി. ഇത് ഹൊയ്യാൻ ആൻഷ്യൻ ടൗണിലെ ട്രഡീഷണൽ വീടുകളിലൊന്നായ ഫുങ്ഹുങ് ഓൾഡ് ഹൗസ് ആണ്. ഹൊയ്യാൻ ആൻഷ്യൻ ടൗണിന്റെ പടിഞ്ഞാറേ അറ്റത്താണ് ഡിൻ കംഫോ കമ്മ്യൂണൽ ഹൗസ് സ്ഥിതി ചെയ്യുന്നത്. ഗ്രാമദേവന്റെ ആരാധനാലയമായിട്ടാണ് ഡിൻ കംഫോ കമ്മ്യൂണൽ ഹൗസ് നിർമ്മിച്ചത്. പിന്നീട് കാംഫോ വില്ലേജ് പൂർവികരുടെ ആരാധനയും ഉൾപ്പെടുത്തി. അതിനാൽ കാംഫോ വില്ലേജിന്റെ പൂർവികർ എന്നും ഈ കമ്മ്യൂണൽ ഹൗസ് അറിയപ്പെടുന്നു. സാമുദായിക ഒത്തുചേരൽ സ്ഥലമായും ആരാധനാലയമായും ഇന്നും ഇത് ഉപയോഗിക്കുന്നു. ഈ കമ്മ്യൂണൽ ഹൗസ് എപ്പോഴാണ് നിർമ്മിച്ചത് എന്നതിന് രേഖകളൊന്നുമില്ല. പക്ഷെ 1817 ഇവിടെ അവസാനമായി പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടന്നത്. രാജ്യം എന്നർത്ഥമുള്ള ചൈനീസ് ക്യാരക്ടറിന്റെ ആകൃതിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. കൂടാതെ മേൽക്കൂരയും അലങ്കാരങ്ങളുമെല്ലാം ചൈനീസ് സ്റ്റൈലിലാണ്.
വേറൊരു ആർട്ട് ഗാലറി. ഗ്വാൻഗോങ്ങിനെ ആരാധിക്കാനായി 1653 നിർമ്മിച്ച ക്ഷേത്രമാണ് ഓം പക്കോഡ എന്നറിയപ്പെടുന്ന ഗ്വാൻഗോങ് ക്ഷേത്രം. ത്രീ കിങ്ഡം കാലഘട്ടത്തിലെ ചൈനയിലെ പ്രശസ്തനായ മിലിറ്ററി ജനറൽ ആയിരുന്നു ഗ്വാൻഗോങ്. ഗ്വാൻഗോങ്ങിന്റെ ഇരുവശത്തുമായി അദ്ദേഹം യുദ്ധത്തിന് പോകുമ്പോൾ ഉപയോഗിച്ചിരുന്നുവെന്ന് കരുതപ്പെടുന്ന വെള്ളക്കുതിരയും ബ്രൗൺ കുതിരയും കൂടാതെ ചോസാങ്ങും ഗ്വാൻഗോങ്ങിന്റെ മൂത്ത മകനായ ഗ്വാൻപിങ്ങിന്റെയും പ്രതിഷ്ഠകളുണ്ട്. മഞ്ചൂരിയൻ വംശജരുടെ നേതൃത്വത്തിലുള്ള ചിങ് രാജവംശം മിങ് രാജവംശത്തെ കീഴ്പ്പെടുത്തി ചൈന ഭരിക്കാൻ തുടങ്ങിയപ്പോൾ ചൈനീസ് അല്ലാത്ത ഒരു രാജവംശത്തിന്റെ കീഴിൽ നിൽക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു കൂട്ടം ആളുകൾ ചൈനയിൽ നിന്ന് വിയറ്റ്നാമിലേക്ക് പലായനം ചെയ്തു. അങ്ങനെയുള്ളവർ ചേർന്ന് അവരുടെ കമ്മ്യൂണിറ്റിക്കായി മിങ് രാജവംശത്തിന്റെ പേരിൽ നിർമ്മിച്ച കമ്മ്യൂണൽ ഹൗസാണ് മിങ് ഹോങ് കമ്മ്യൂണൽ ഹൗസ്. ഇനി നമുക്ക് സൂര്യാസ്തമയം കാണാൻ തൂബോൺ നദിക്കരയിലേക്ക് പോവാം. ഇവിടെ എത്തിയപ്പോഴേക്കും സൂര്യൻ ഏതാണ്ട് അസ്തമിച്ചിരുന്നു. ലാൻഡേണുകളുടെ വർണ്ണ വെളിച്ചത്തിൽ മുങ്ങിക്കിടക്കുന്ന ഹൊയ്യാൻ ആൻഷ്യൻ സ്ട്രീറ്റിന്റെ നൈറ്റ് വ്യൂ വളരെ മനോഹരമാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ ഹൊയ്യാൻ ആൻഷ്യൻ സ്ട്രീറ്റിലെ രാത്രികാല കാഴ്ചകളുമായി വീണ്ടും കാണാം.